മഹാഗുരുശരണം. ഇന്ന് ഏപ്രിൽ 11 മൂന്നാമത്തെ വീഡിയോയാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ എന്നെ കാണുന്ന കേൾക്കുന്ന എല്ലാ ഈശ്വര ചൈതന്യങ്ങൾക്കും ശ്രീനിവാസപ്പയുടെ വിനീത നമസ്കാരം. ഇത് 2-3 ദിവസം മുമ്പ്, 3 4-5 ദിവസമായിരിക്കും വന്ന പേഴ്സണലി ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. സാർ, ഒരു സംശയം. ഒരു പ്രശ്നത്തിൽ അകപ്പെട്ടിരിക്കുന്ന ഒരാളെയും നമ്മൾ സഹായിച്ച് അയാൾ അതിൽ നിന്നും രക്ഷപ്പെട്ടു കഴിഞ്ഞാൽ സത്യത്തിൽ അയാളുടെ കാർമ്മികം നമ്മൾ ഏറ്റെടുക്കുകയല്ലേ ചെയ്തത്? അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? അത് അയാളുടെ കാർമ്മികമാണെന്ന് കരുതി വിട്ടുകളയുകയാണോ വേണ്ടത്, അതോ സഹായിക്കുകയാണോ വേണ്ടത്? ഇത് രണ്ട് വശങ്ങളുണ്ട് ഇതിനകത്ത്. ഇപ്പോൾ ഒരാളൊരു പ്രശ്നത്തിൽ അകപ്പെട്ടിരിക്കുന്നു. ആ പ്രശ്നത്തിൽ അകപ്പെട്ടത് എന്തുകൊണ്ടാണെന്ന് നമുക്കറിയില്ല. ഒരാൾ എന്തെങ്കിലും സുഖമില്ലായിരിക്കും, എന്തും ആകട്ടെ. നമുക്ക് അദ്ദേഹത്തെ എന്തെങ്കിലും വിധത്തിൽ സഹായിക്കാൻ പറ്റുമെങ്കിൽ സഹായിക്കുക. അതേസമയം ഒരാളെ രാത്രി നമ്മൾ കണ്ട് പുള്ളി മോഷണം മുതലുമായിട്ട് വണ്ടിയെ കയറാനായിട്ട് ശ്രമിക്കുകയാണ്. നമ്മൾ അതിന് സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നമ്മളുടെ കാർമ്മിക ഇത് ചെയ്യും. കാര്യം ധാർമ്മികത ഈ യൂണിവേഴ്സിൽ ഒന്നിനും ദോഷമില്ലാത്ത കാര്യത്തിലാണ് ഒരു കാര്യം ചെയ്യുന്നതെങ്കിൽ അതിൽ കാർമ്മികത്വത്തിൻ്റെ കാര്യം വരുന്നില്ല, കാർമ്മിക് എഫക്റ്റ് വരുന്നില്ല. അല്ലാത്ത പക്ഷം കാർമ്മിക് എഫക്റ്റ് വരുന്നുണ്ട്. മനസ്സിലായോ? അത് ഇതിൽ മെയിനാണ്. ഓരോന്നും കോസ് ആൻഡ് എഫക്റ്റാണ് അതിൽ വരുന്നത്. എന്താണ് കാരണം? അതിൻ്റെ എഫക്റ്റാണ് വരുന്നത്. അല്ലാണ്ട് നമ്മൾ നിർദോഷമായിട്ട് ഒരു സഹായ മനസ്ഥിതിയോടെ ചെയ്യുന്ന കാര്യങ്ങൾ ഒരിക്കലും കാർമ്മിക് എഫക്റ്റിൽ വരികയില്ല. എൻ്റെ അറിവാണ് കേട്ടോ, എൻ്റെ അറിവ് മാത്രമായിട്ട് ഞാൻ പറയുകയാണ്. കാര്യം ഈ കാർമ്മിക് എഫക്റ്റിനെ കുറിച്ച് പറയുമ്പോൾ കുറേയധികം കാര്യങ്ങൾ പറയാനുണ്ട്. ഇപ്പോൾ ഭാര്യാഭർത്തൃ ബന്ധത്തിൽ കാർമ്മിക് എഫക്റ്റ് വരും, കുട്ടികളുമായിട്ടുള്ള ബന്ധത്തിൽ ഇത് വരും. കുട്ടികളുടെ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഒരു ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പരീക്ഷയോടുള്ള പേടി, പല വിധത്തിലുള്ള അത് ആദ്യം കാർമ്മിക് എഫക്റ്റ് ബാധിക്കുന്ന മനസ്സിനാണ്. അത് എന്താണ്, ഇതാണ് സൈക്കിക് പ്രോബ്ലമാണ്, ഇതാണെന്നൊക്കെ വിചാരിക്കുക. അതൊക്കെ വേറെ രീതിയാണ്. കാര്യം അത് മനസ്സാണ്. മനസ്സിന് അത് കഴിഞ്ഞ് ശരീരം അതിനെ ബാധിക്കും. ഇപ്പം നമ്മുടെ അസുഖങ്ങൾ പോലും ആദ്യം തോന്നൽ വരുന്നത് മനസ്സിലാണ്. മനസ്സിലായ? എപ്പോഴും ഇത് ചെയ്യുക, കാർമ്മിക് എഫക്റ്റ് വരുന്ന മനസ്സിലായി. അതുകൊണ്ടാണ് പണ്ട് നമ്മുടെ ഋഷീശ്വരന്മാർ മന്ത്രങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തത്. മനസ്സിനെ ധൈര്യത്തോടെ നിർത്താൻ മന്ത്രങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തത്. മനത്രാണേതി മന്ത്ര. പക്ഷേ ആ മന്ത്രങ്ങളിലും നമ്മൾ നമ്മുടെ പ്രശ്നങ്ങളെക്കുറിച്ച് പറയാൻ തുടങ്ങിയപ്പോൾ ഇത് റിവേഴ്സ് എഫക്റ്റായി. നമ്മുടെ ആവശ്യങ്ങളെക്കുറിച്ച് വേണം മന്ത്രങ്ങളിൽ പറയാനായിട്ട്. ഇപ്പം നമ്മളൊരു മന്ത്രിയെ കാണുന്ന, അല്ലെങ്കിൽ മുഖ്യമന്ത്രിയെ കാണുന്ന, പ്രധാനമന്ത്രിയെ കാണുന്ന, രാഷ്ട്രപതിയെ കാണുന്ന, അവിടെ പറയേണ്ടത് നമ്മുടെ ആവശ്യം എന്താണെന്നാണ്. അതിന് വേണമെങ്കിൽ ഇന്ന രീതിയിലെന്ന് നമുക്ക് റിക്വസ്റ്റ് ചെയ്യാം. പക്ഷെ അപ്പോഴും തീരുമാനം ആ ഡിസൈഡിങ് അതോറിറ്റിക്കാണ്. അപ്പോൾ നമ്മൾ ആവശ്യങ്ങൾ പറയാണ്ട് നമ്മുടെ ആവലാതികൾ പറയാൻ തുടങ്ങി. അവിടെ ഇത് റിവേഴ്സ് എഫക്റ്റായി. അതാണ് എപ്പോഴും മനസ്സിലാക്കേണ്ടത്. ഇപ്പോൾ പല മന്ത്രങ്ങളുണ്ട്. ആ മന്ത്രങ്ങളിലല്ല, ഈ മന്ത്രങ്ങൾ ചൊല്ലിക്കഴിയുമ്പോൾ നമ്മൾ ആ എനർജിയിലേക്ക് സ്വാംശീകരിക്കപ്പെടുകയാണ്. ആ എനർജി നമ്മളിലേക്ക് ആവരണം ചെയ്യപ്പെടുകയാണ്. അതാണ് മന്ത്രങ്ങളുടെ പ്രത്യേകത. നമ്മൾ ശരിക്കും മന്ത്രങ്ങൾ ചൊല്ലുകയാണെങ്കിൽ, മന്ത്രങ്ങൾ ഉച്ചരിക്കുകയാണെങ്കിൽ അത് ഏത് തരത്തിലുള്ള എനർജിയെയാണോ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് അതിൻ്റെ തുല്യമായ, അതിൻ്റെ എത്ര 100 ഇരട്ടി എനർജി നമ്മളിലേക്ക് വരുന്നത്, നമ്മുടെ ഓറയിലേക്ക് ബാധിക്കുന്നത് നമുക്ക് അറിയാൻ പറ്റും. അത് പറയാൻ പോയ വിശാലമായ സബ്ജക്റ്റാണ് കേട്ടോ. അപ്പോൾ ഒരിക്കലും ഒരാളെ സഹായിച്ചു എന്ന് പറഞ്ഞ് കാർമ്മിക എഫക്റ്റ് അറിയില്ല. പക്ഷേ എന്തിനു സഹായിച്ചു എന്നാണ്. കള്ളസാക്ഷി പറയാൻ സഹായിച്ചു കഴിഞ്ഞാൽ പണിയാണ്. മനസ്സിലായ? ഇപ്പോൾ ഒരാൾ ഹെൽമെറ്റ് ഇല്ലാണ്ട് പോകണം, അപ്പോൾ പോലീസ് ചെക്കിംഗ് ഉണ്ട്. അപ്പോൾ ഉടനെ കൈ കാണിക്കാം, പോലീസ് ഇതെന്ന് പറയുന്നു. അത് പറഞ്ഞാൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളി ഹെൽമെറ്റ് ഇല്ലാണ്ട് യാത്ര ചെയ്യുന്നത് ശരിയാണ്, പോലീസിൻ്റെ മുമ്പിൽ പെടാണ്ടിരുന്നാൽ മതി എന്നുള്ള തോന്നല. എന്തിനാണ് ഹെൽമെറ്റ് വെച്ച് യാത്ര ചെയ്യാൻ പറ്റുന്നത്? നമ്മുടെ തല സുരക്ഷിതമാക്കാനാണ്. മനസ്സിലായി? അതിനാണ് ഹെൽമെറ്റ് നിയമം കൊണ്ടുവന്നിരിക്കുന്നത്. പക്ഷേ അത് ആ രീതിയിലല്ല, അതൊരു വരുമാന മാർഗമായിട്ടാണ് പല അതോറിറ്റീസും കാണുന്നത്. അത് പോട്ടെ, അത് വേറൊരു വിഷയം. മനസ്സിലായി? അതോടൊപ്പം നമ്മുടെ റോഡുകളാണെങ്കിൽ റോഡുകൾ നന്നാക്കുന്നില്ല. അതിനും ശരിക്കും അക്കൗണ്ടബിലിറ്റി വെക്കേണ്ടതാണ്. റോഡ് ഒരു കുഴി വന്നു കഴിഞ്ഞാൽ ഇത്ര നാളുകൾക്കുള്ളിൽ അതിൻ്റെ ബന്ധപ്പെട്ട അതോറിറ്റി ഏത് ഓഫീസാണോ അവർ ശരിയാക്കണം എന്നുള്ള റിപ്പോർട്ട് വരേണ്ടതാണ്. അതൊന്നും വന്നിട്ടില്ല. നമ്മുടെ ഇതായിട്ട് അത് കുറേ ഉണ്ട്. അതൊന്നും നമ്മൾ നോക്കണ്ട. അതൊക്കെ ഓരോരുത്തരുടെ കാർമ്മികമാണ്. അത് കാർമ്മിക ഏറ്റവും കൂടുതൽ വാങ്ങിക്കുന്നത് പബ്ലിക്കിൻ്റെ പണം വാങ്ങിച്ചിട്ട് സർവീസ് മര്യാദയ്ക്ക് ചെയ്യാത്ത ഒരു കാർമ്മിക്ക് വാങ്ങിക്കും. പബ്ലിക്കിൻ്റെ പണം വാങ്ങിച്ചിട്ട് സർവീസ് മര്യാദയ്ക്ക് ചെയ്യാത്ത ഒരു കാർമ്മിക്ക്. കഴിഞ്ഞ ദിവസം എൻ്റെ ഇതിൻ്റെ താഴെ എഴുതിയായിരുന്നു. കാര്യം ഗവൺമെൻറ് സർവീസിലുള്ളവർ, പബ്ലിക് സെക്ടർ അണ്ടർടേക്കിങ്ങിലുള്ളവരൊക്കെ കാർമ്മിക. കാര്യം എന്താണെന്നറിയാം,
അവർക്ക് ശമ്പളം കൊടുക്കുന്ന പൊതുജനം. അതുപോലെ രാഷ്ട്രീയക്കാരെ ഏറ്റവും കൂടുതൽ കാർമിക്ക് വാങ്ങിക്കുന്ന ആളാണ്. അവർ മര്യാദയ്ക്ക് ചെയ്താൽ കുഴപ്പമില്ല, നല്ല രീതിയിൽ ചെയ്താൽ കുഴപ്പമില്ല. അങ്ങനെ നല്ല രീതിയിൽ ചെയ്യുന്ന എത്ര പേർക്ക് പറയാൻ പറ്റും, എത്ര പേർക്ക് ആത്മാർത്ഥതയോടെ പറയാൻ പറ്റും? ഇപ്പം ഞാൻ പറഞ്ഞ ഒരു മന്ത്രിസ്ഥാനം പറഞ്ഞ നമ്മുടെ ചെയ്യുന്ന കാര്യങ്ങൾ ഉണ്ടെന്നുള്ളത് കൊണ്ട് സുരേഷ് ഗോപി സാറിൻ്റെ കാര്യം പറയാം. അദ്ദേഹം എന്താണോ ഇത് അതിനേക്കാളും കൂടുതൽ പണ്ട് തൊട്ടേ അദ്ദേഹം ചെയ്യുന്നുണ്ട്. മനസ്സിലായ? പണ്ട് തൊട്ടേ അദ്ദേഹം പൊതുജന സേവനം ചെയ്യുന്നുണ്ട്. അല്പം അധികമാണെന്നേ പറയാനുള്ളൂ അദ്ദേഹത്തിൻ്റെ പൊതുജന സേവനം. അദ്ദേഹത്തിന് അതാണ് നിയോഗം. അദ്ദേഹം സിനിമയെ വന്ന് ഇത് ചെയ്തെങ്കിലും അദ്ദേഹത്തിൻ്റെ നിയോഗം ഇങ്ങനെയും രാഷ്ട്രീയക്കാരനാകാം, ഇങ്ങനെയും ജനങ്ങളെ സേവിക്കാം എന്ന് പറഞ്ഞിട്ട് പലർക്കുമുള്ള പാഠപുസ്തകമാണ് സുരേഷ് ഗോപി സാർ. പലർക്കുമുള്ള പാഠപുസ്തകമാണ്. അത് മനസ്സിലാക്കുന്നില്ല. അതിന് പകരം അദ്ദേഹം ചെയ്യുന്നതിനെ താറടിച്ച് കാണിച്ചിട്ട് കാർമികം വാങ്ങിക്കുക. അദ്ദേഹം പള്ളിയിൽ പോയാൽ കുഴപ്പം, മറ്റേ കഞ്ഞി കുടിച്ചാൽ കുഴപ്പം, അതിന് നക്കി ഇത് കഴിച്ചു എന്ന് പറഞ്ഞാൽ കുഴപ്പം. മനസ്സിലായ? അതിൻ്റെ ഇടയ്ക്ക് ഒരു മഹാനടനെ കുറിച്ച് വേറൊരു നടൻ പറഞ്ഞ ഒരു പരാമർശം ഞാൻ വായിച്ചിട്ടുണ്ട്. കാര്യം എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം ഭക്ഷണം വന്നു കഴിഞ്ഞാൽ ആ ഭക്ഷണം ചിലപ്പോൾ ചമ്മന്തി പുളിച്ച ചമ്മന്തി വളിച്ചത് അതിൽ പറയുന്നത് ഇത് പോകില്ല, ടേസ്റ്റ് പോകില്ല, അത് പതുക്കെ ചീത്തയാകാൻ തുടങ്ങും. അതുപോലും അദ്ദേഹം കഴിക്കുന്ന ഒരു കുറ്റവും പറയലാണ് സിനിമാ സെറ്റിൽ. അത് പറയുന്നത് ഭക്ഷണമാണ്, അന്നമാണ്, ദൈവമാണെന്നും പറഞ്ഞ് അദ്ദേഹം കഴിക്കുന്നു. ബാക്കിയുള്ളവർക്ക് അത് കഴിക്കാൻ മലയാളത്തിലെ ഒരു മഹാനടനാണത്. മനസ്സിലായി? അദ്ദേഹം അങ്ങനെയൊക്കെ ചെയ്യണമെങ്കിൽ അദ്ദേഹത്തിന് എന്നാൽ അത് മാറ്റി വേറെ വേണമെന്ന് പറയാൻ പാടില്ല. പക്ഷെ അത് എൻ്റെ മുമ്പിൽ വന്ന അന്നം കഴിക്കാൻ അതിൽ കുറേ കാർമികം കുറയണം. എല്ലാവരും അത് കഴിച്ച് വയറിന് അസുഖം വരുത്തി വെക്കണമെന്നല്ലേ ഞാൻ പറയണത്. അപ്പോൾ ചിലരൊക്കെ ചെയ്യണത് ഭയങ്കര കാർമിക് എഫക്റ്റ് കുറയ്ക്കുന്നുണ്ട്, വളരെയധികം കുറയ്ക്കുന്നുണ്ട്. ഇപ്പോൾ ഞാൻ പള്ളിപ്പുറം സെൻറ്റ് മേരീസ് LP സ്കൂളിലാണ് പഠിച്ചത്. അപ്പോൾ അതിൻ്റെ മുമ്പിൽ കൂടി അവിടെ പള്ളിച്ചന്ത എന്ന് പറഞ്ഞിട്ടുണ്ട്. പണ്ട് ഞാൻ 1ാം ക്ലാസ്സിൽ ചേർന്നത് 73 ആയിരിക്കും. അന്ന് അങ്ങനെ കൂടി ഈ ഉന്തുവണ്ടിയാണ്. ഒരാൾ മുമ്പിൽ നിന്ന് ഇങ്ങനെ ഒരു വടി കാണും, അതിന്മേൽ നിന്ന് തള്ളിക്കൊണ്ട് പോവുകയാണ്. അന്ന് കുയ്യാക്ക സാറുണ്ടായിരുന്നു ഞങ്ങളെ പഠിപ്പിച്ചത്. അദ്ദേഹം അവിടുത്തെ ഹെഡ് മാസ്റ്റർ കൂടിയായിരുന്നു. അപ്പോൾ അദ്ദേഹം പറയും, നിങ്ങൾ സ്കൂൾ വിട്ട് പോകുമ്പോൾ ആരെങ്കിലും ഉന്തുവണ്ടി തള്ളുന്നത് ബുദ്ധിമുട്ടുന്ന കണ്ട നിങ്ങൾ പതുക്കെ ഒന്ന് തള്ളിക്കൊടുക്കാൻ പറയും അദ്ദേഹം. മനസ്സിലായോ? അന്നൊന്നും അപ്പം ഞങ്ങൾക്ക് ആ പ്രായത്തിൽ ഈലസ എന്ന് പറഞ്ഞാണ് അത് തള്ളണം. നമുക്ക് രസമാണ്. പക്ഷേ അത് എത്രമാത്രം ആ മനുഷ്യൻ എത്രമാത്രം ഉപകാരമാണ്. നമ്മൾ ഈ ഓരോ തള്ളുമ്പോഴും നമ്മുടെ ആ ചെറുപ്പത്തിൽ എത്രയോ കാർമികമാണ് കുറയുന്നത്. ഇപ്പോൾ ഉണ്ടോ ഒരാൾ ബോധം കെട്ട് വീണാൽ പോലും മനുഷ്യർക്ക് നോക്കാൻ പറ്റുകയില്ല. കാര്യം ബോധം കെട്ട് വീണവൻ ഏതവസ്ഥ വീണിരിക്കും എന്താണെന്ന് എല്ലാ ആൾക്കാർക്കും പേടിയാണ്. കാര്യം സത്യം ധർമ്മം എന്ന് പറയുന്നത് അത് ചെയ്യുന്നവർ വലിയ പ്രശ്നങ്ങൾ വരുന്ന രീതിയിലാണ് കാലം പോക്ക്. അപ്പോൾ കണ്ടറിഞ്ഞ് ചെയ്യുക. കാർമിക് എഫക്റ്റ് എവരി ആക്ഷൻ ദെയർ ഈസ് എ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ. ഇത് യൂണിവേഴ്സിൻ്റെ നീതിയാണ്. ഫിസിക്സിൻ്റെ തത്വമാണ്, യൂണിവേഴ്സിൻ്റെ നീതിയാണ്. എവരി ആക്ഷൻ, ആ ആക്ഷൻ ഏത് തരത്തിലാണ് അതിൻ്റെ റിട്ടേൺ കിട്ടിയിരിക്കും കേട്ടോ. അത് മാത്രം വിചാരിക്കുക. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നിപ്പോൾ ഞങ്ങളുടെ കാരണക്കോടം വെങ്കടാചലപതി ക്ഷേത്രത്തിലെ ഉച്ചപ്പൂജയ്ക്കൊക്കെ തൊഴുതിട്ട് വരികയാണ്. അപ്പോൾ അതും ഒരു മിറാക്കിളായിരുന്നു. അത് പോകാനൊരു കാരണം വേറെയുണ്ട്. അതിൻ്റെ കാരണങ്ങൾ ഞാൻ പിന്നെ പറയാം. അപ്പോൾ ആ ഒരു സഹോദരൻ ചോദിച്ച കാര്യത്തിന് എൻ്റെതായ വിശദീകരണം തന്നു. ഇത് ഫൈനലാണെന്ന് ഞാൻ പറയുന്നില്ല, എൻ്റെ അനുഭവങ്ങളുടെ വെളിച്ചത്തിലാണ് ഞാൻ പറയുന്നത്. അപ്പോൾ എന്നെ കേൾക്കുന്ന എല്ലാവർക്കും ഞാൻ ചെയ്ത ആ ദേവദർശനം, അവിടെ ചെയ്ത ആ ജപം, അതിൻ്റെ എല്ലാം പുണ്യം എല്ലാവർക്കും നൽകണം. എല്ലാവർക്കും പങ്ക് വെച്ച് നൽകിക്കൊണ്ട് സങ്കല്പം ചെയ്തുകൊണ്ട് നിർത്തുന്നു. നിങ്ങളുടെ സ്വന്തം ശ്രീനിവാസ പൈ. ഓൾ ദി ബെസ്റ്റ്. ഓൾ താങ്ക് യു ആൾ.